നമസ്കാരം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ട് 1 ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിത് നമ്മുടെ സിലബസ് പ്രകാരം തന്നെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പാർട്ട് 1 ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഡെഫിനേഷൻ ഓഫ് റെഫ്രിജറേഷൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റെഫ്രിജറേഷൻ എന്ന്. റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മിനിമം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സിസ്റ്റം സറൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാം. സിസ്റ്റം നമുക്ക് വേണ്ടത് സിസ്റ്റവും പുറത്തുള്ളത് സറൗണ്ടിങ്ങുമാണ്. അപ്പോൾ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൊണ്ടുവരിക, അതാണ് റെഫ്രിജറേഷൻ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് ആയാലും ഇപ്പോൾ എയർ കണ്ടീഷൻ ആയാലും അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഭാഗം നമ്മൾ തണുപ്പിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് പ്രൊവൈഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ ബിലോ ദാറ്റ് ഓഫ് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ. ഇനി അതിന് നമുക്കൊരു വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡിൽ പറയുകയാണെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് കോൾഡ്നെസ്. നമുക്കറിയാം സാധാരണ നാച്ചുറൽ മെത്തേഡല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് തണുപ്പുണ്ടാക്കാൻ ഉള്ളത്. അതാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ്? അപ്പോൾ ഈ ഒരു റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ പരിപാടി, ഒരു തണുപ്പിക്കൽ പരിപാടി നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, കുറച്ച് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു സിസ്റ്റം വേണം. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ലോവർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ലോവർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനുള്ള കുറച്ച് പാർട്സ് എല്ലാം ഉള്ള ഒരു സിസ്റ്റം, ഒരു എക്യുപ്മെൻറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുക, റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണത്തെ റെഫ്രിജറേറ്റർ, നമ്മളെല്ലാവരും ഫ്രിഡ്ജ് എന്ന് പറയുന്ന റെഫ്രിജറേറ്റർ, അതെന്താണ്? ഒരു റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതിലെന്താ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള മൊഡ്യൂളുകളിൽ പറയും. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്കറിയാം, ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് ടെമ്പറേച്ചർ ലോ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ, ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്തുള്ള ഹീറ്റ്, അതായത് നമ്മളിവിടെ തണുപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, തണുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ വലിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇവിടെയുള്ള ഒരു ഹീറ്റ് എനർജിയെ വലിച്ചെടുക്കാൻ നമുക്ക് എന്തിൻ്റെങ്കിലും ഒരു സഹായം വേണ്ടേ? എന്തെങ്കിലും ഒരു ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വലിച്ചെടുക്കുക. ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാസ് അത് ഈ ഒരു സിസ്റ്റത്തിലോട്ടേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഈ ലിക്വിഡ് ഫോമിലുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ വേപ്പർ ഫോമിലോട്ടേക്ക് മാറും. ലിക്വിഡ് ഫോമിൽ ഈ ഒരു സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ അല്ല, ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വേപ്പർ സ്റ്റേറ്റിലോട്ടേക്ക് മാറും. അതാണ് ഈ സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, റെഫ്രിജറൻ്റ് എന്ന് പറയാം. അതായത് ഇത് ലിക്വിഡിനും വേപ്പറിലോട്ടേക്കൊക്കെ മാറാൻ കഴിവുള്ള ഒരു വസ്തുവായിരിക്കും. ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനാണെങ്കിൽ, ഈ സിസ്റ്റത്തിലുള്ള ഹീറ്റ് എനർജിയെ ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ ഒരു റെഫ്രിജറൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈ സിസ്റ്റത്തിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ ബോയിൽ ആവാൻ കഴിവുള്ളതായിരിക്കണം. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതായത് ഒരു റെഫ്രിജറൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും കുറവായിരിക്കും, അങ്ങനത്തെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റെഫ്രിജറൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ദ ഹീറ്റ് ക്യാരിയിങ് മീഡിയം യൂസ്ഡ് ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് കോൾഡ് റെഫ്രിജറൻറ്റ്. റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ്, ഇവിടെ നിന്നുള്ള സിസ്റ്റത്തിലുള്ള ഹീറ്റിനെ ക്യാരി ചെയ്യുന്ന ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ഈ റെഫ്രിജറൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും റെഫ്രിജറൻറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടും വരുന്ന മൊഡ്യൂളിൽ പറയാനുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പണ്ട് ഈ ഫ്രിയോൺ റെഫ്രിജറൻറ്റ് R134A അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? പിന്നെ ചില സ്ഥലങ്ങളിൽ വാട്ടർ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും, അമോണിയ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ എന്താണ്? റെഫ്രിജറൻ്റ് ആണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. പിന്നെ ഇൻ എ റെഫ്രിജറേഷൻ സിസ്റ്റം ഹീറ്റ് ഫ്ലോ ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി ഇൻ റിവേഴ്സ് ഡയറക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ എനർജി. അത് നമുക്കറിയാലോ. അതായത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലായിരിക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രിഡ്ജ് നമ്മൾ വിചാരിക്കാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, ഫ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല, റെഫ്രിജറേറ്റർ എന്നേ പറയാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മൾ ഫ്രീസർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ആക്ച്വലി എന്താ? ഇവോപ്പറേറ്റർ ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ
ഈ ഒരു ഫ്രീസറിലെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഇവോപ്പറേറ്ററിൽ എന്തായിരിക്കും, പൊതുവെ തണുപ്പ് എന്തായിരിക്കും, തണുപ്പ് ഉണ്ടാവും, അതായത് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിലോ പുറത്ത് ഈ ഒരു ഇവോപ്പറേറ്ററിന് പുറത്ത് എന്തായിരിക്കും, ഹീറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടിയ അറ്റ്മോസ്ഫിയറിലോട്ടേക്ക് പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. അതാണ് ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ആക്ച്വലി നമുക്കറിയാം, ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലോട്ടേക്ക് നാച്ചുറലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പക്ഷേ കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ലോ പഠിക്കണം എന്ന് പറഞ്ഞത്. തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ഈ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ലോയിൽ തന്നെ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളോട് മുന്നേ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ കെൽവിൻ പ്ലാൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇതിലുള്ള ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സിമ്പിളാണ്. ഇത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ വിൽ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് എൻ എക്സ്റ്റേണൽ വർക്ക്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരിക്കലും ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. എങ്ങനെ നമുക്കൊരു എക്സ്റ്റേണൽ വർക്കിൻ്റെ സഹായം ഇല്ലാതെ കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി? എക്സ്റ്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമുക്കറിയാം. ഈ ഒരു നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തായാലും നമ്മളൊരു കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കംപ്രസർ വർക്കാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ വീട്ടിലെല്ലാം നമുക്കറിയാലോ, ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്വിച്ച് ഇടും, അപ്പം കറണ്ട് വരും. കറണ്ട് ഈ കംപ്രസറിനെ വർക്ക് ചെയ്യിക്കും. കംപ്രസർ നമ്മുടെ റെഫ്രിജറേറ്റർ താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്താ, ആ കംപ്രസർ വർക്ക് ചെയ്യും. ആ കംപ്രസർ എന്താ ചെയ്യുക, ഈ റെഫ്രിജറേറ്ററിലുള്ള റെഫ്രിജറൻറ്റിനെ, നമ്മുടെ ഈ മീഡിയത്തിനെ, ഈ സാധനത്തിന് എന്ത് ചെയ്യും, ഈ ഒരു സിസ്റ്റത്തിൽ മൊത്തം ഫ്ലോ ചെയ്യിപ്പിക്കും. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് മുന്നേ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട്. വളരെ എളുപ്പം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എപ്പോഴെന്തായാലും ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വർക്ക് വേണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് റെഫ്രിജറൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും റെഫ്രിജറേഷൻ എഫക്റ്റ്? റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഈ ഒരു ലോവർ ടെമ്പറേച്ചറിലോട്ടേക്ക് ആക്കി വെക്കുന്ന പരിപാടിനെ തന്നെയാണ് റെഫ്രിജറേഷൻ എഫക്റ്റ്. അല്ലെങ്കിൽ ഈ ഒരു റെഫ്രിജറേഷൻ നടക്കുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന കൂളിംഗ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് എ സിസ്റ്റം അറ്റ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ഇറ്റ് സറൗണ്ടിങ്. അതായത് നമ്മളൊരു പിന്നെ സിസ്റ്റത്തിനെ അതിൻ്റെ സറൗണ്ടിങ്ങിനേക്കാളും ലോവറായിട്ട് വെക്കുന്നു. അതിന് നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ, ദ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഇൻ എ ഗിവൻ ടൈം. എത്രത്തോളം കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഒരു ഗിവൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ. അതായത് ഒരു ഗിവൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു റെഫ്രിജറേറ്റിംഗ് മെഷീൻ എത്രത്തോളം തണുപ്പിക്കുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ പറയുന്നത് ഈ റെഫ്രിജറേഷൻ എഫക്റ്റ്. അപ്പോൾ ഈ റെഫ്രിജറേഷൻ എഫക്റ്റിൻ്റെ യൂണിറ്റ് എന്താ? കിലോ ജൂൾ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ എന്താ, കിലോ വാട്ട്. ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വാട്ട് എന്ന് പറയുക. അപ്പോൾ കിലോ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോ വാട്ടാണ് നമ്മൾ റെഫ്രിജറേഷൻ എഫക്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താ ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന്. ആക്ച്വലി ഈ ടൺ ഓഫ് റെഫ്രിജറേഷനാണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നമ്മൾ ഈ ടൺ ഓഫ് റെഫ്രിജറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? TR വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton ഓഫ് ഐസ് ഫ്രം ആൻഡ് അറ്റ് 0 degree Celsius ഇൻ 24 hours. അതായത് സിമ്പിളാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ റെഫ്രിജറേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്തത് ഈ വലിയ ഐസ് കട്ടയൊക്കെയാണ്. അപ്പം തന്നെ നമ്മൾ ഈ ഐസ് വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് എത്രത്തോളം തണുപ്പിക്കും. എപ്പോഴ്? എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിഫോം മെൽറ്റിംഗ് ഓഫ്
1 ടൺ ഓഫ് ഐസ്, 1 ടൺ ഐസ്, 1 ടൺ എന്ന് വെച്ചാൽ എത്രയാ? 1000 കിലോഗ്രാം. 1000 കിലോഗ്രാം ഐസ് നമ്മൾ എന്താ ചെയ്യുന്നത്? 0 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് വാട്ടർ ആക്കിയിട്ട് തണുപ്പിക്കുമെന്ന്. ഐസ് വാട്ടറായിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? ഐസ് വാട്ടർ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഐസ്, ഇവിടെ ഒരു ഐസ് ഉണ്ട്, ഈ ഒരു സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ ഐസ് വെക്കുന്നു. ഐസ് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള സറൗണ്ടിങ്ങിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഐസ് എന്ത് ചെയ്യുന്നു? ഈ 1000 കിലോഗ്രാം ഐസ് ഇങ്ങനെ മെൽട്ടായി പോകുന്നു, വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സറൗണ്ടിങ്ങിലൊക്കെ, ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗത്ത്, ഈ ഹീറ്റ് ഉണ്ടായ ഭാഗത്തൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. അതായത് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാവുന്നു. ആ റെഫ്രിജറേഷൻ എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതായത് അതാണ് അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ഈ 1 ടണ്ണ് ഐസ്, അല്ലെങ്കിൽ 1 ടണ്ണ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. 1000 കിലോഗ്രാം ഐസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതെപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിൽ 24 മണിക്കൂറിൽ. എങ്ങനെ മെൽറ്റ് ചെയ്യിക്കുന്നത്? യൂണിഫോം ആയിട്ട്. അപ്പോൾ ഈ 1 കിലോഗ്രാം ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ 24 മണിക്കൂർ എടുത്ത് യൂണിഫോം ആയിട്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം തണുപ്പ് ഈ പുറത്ത്, എത്രത്തോളം കൂളിംഗ് എഫക്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് എത്രത്തോളം എമൗണ്ട് ആണ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതുകൊണ്ട് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടണ്ണ് റെഫ്രിജറേഷൻ ആണെന്നെല്ലാം പറഞ്ഞിട്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഈ റെഫ്രിജറേഷൻ, ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ കിലോ ജൂൾ പെർ ഹവറിലും കിലോ ജൂൾ പെർ മിനിറ്റിലൊക്കെ എത്രയാണ് നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺവേർഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിലോ ജൂൾ പെർ സെക്കൻഡിലുള്ള എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1 ടൺ ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് 24 hours എന്നല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ദ റെഫ്രിജറേഷൻ എഫക്റ്റ് ഓഫ് 1 ടൺ എന്ന് പറഞ്ഞാൽ 336 × 900 പെർ ഡേയ്സ് ഓഫ് 24 hours ആണ്. ഇതിങ്ങനെ എഴുതാൻ കാരണം 336 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ലാറ്റൻ്റ് ഹീറ്റാണ്. 336 എന്ന് പറഞ്ഞാൽ ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ്. അത് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് പറയുന്നത്. അതായത് ഈ ഒരു ഐസ് ഫ്യൂസ് ചെയ്യുക, അതായത് മെൽറ്റ് ചെയ്ത് പോകുമ്പോഴുള്ള അതിനെയാണ് നമ്മൾ പറയുന്നത് 336. ലാറ്റൻ്റ് ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? അതൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാറ്റൻ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. 0 ഡിഗ്രി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിലോട്ടേക്ക് മാറുന്നുണ്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഹീറ്റ് റിമൂവൽ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷനെയാണ് എന്ത് പറയുക? ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളതിന് ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ്. ഇനിയിപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആവും, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഉണ്ടാവും. നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളവും ഉണ്ടാവും. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് ഉണ്ടാവുമല്ലോ. ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ചുകൂടി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നത്. അതായത് ഇവിടെ ഒരു ലാറ്റൻ്റ് ഹീറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ലാറ്റൻ്റ് ഹീറ്റ് ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് ഐസിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിലോട്ടേക്ക് ഒരു ലാറ്റൻ്റ് ഹീറ്റ് ഉണ്ടാവും. അതുപോലെ ഈ ലിക്വിഡ് വരെ സ്റ്റേറ്റ് സെയിം ആയിരിക്കും, പക്ഷേ ടെമ്പറേച്ചർ മാറ്റമായിരിക്കും. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ കൺസെപ്റ്റ് നിങ്ങളോട് ക്ലിയർ ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്, ഈ ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് ഇവിടെ കൊടുത്ത 336 ഐസിൻ്റെ. അപ്പോൾ 336 × 900. ഇത് ആക്ച്വലി 900 എന്ന് പറയാൻ കാരണം ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഒരു USA, ഒരു അമേരിക്കൻ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ അമേരിക്കയിൽ 1 ടണ്ണ് = 900 കിലോഗ്രാം സെക്കൻഡ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ 336 × 900 ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1000 എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ 24 മണിക്കൂറിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12600 കിലോ ജൂൾ പെർ ഹവർ കിട്ടും. ഇതൊരു യൂണിറ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. നിങ്ങൾ സാധാരണ റെഫ്രിജറേഷന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ.
ഇനിയിപ്പം അഥവാ ഇപ്പോൾ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എത്ര കിലോ ജൂൾ പെർ ഹവർ ആണെന്ന് ചോദ്യം വന്നു. അപ്പം നിങ്ങൾക്ക് എന്തറിയണം, അത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇതിങ്ങനെ ഒന്നിക്കിൽ ഇത് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വഴി പഠിക്കുക, ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, മുന്നേയുള്ള ചോദ്യം, മുന്നേയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാലും കണ്ടിരുന്നു. ഇവിടെ തന്നെ ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ എത്ര കിലോ ജൂൾ പെർ മിനിറ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ കിലോ ജൂൾ പെർ ഹവറിനെ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്ത് കിട്ടും, കിലോ ജൂൾ പെർ മിനിറ്റ് കിട്ടും. അപ്പോൾ എത്രയാണ് കിട്ടിയേ, 210 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഒരുപാട് PSC എക്സാമുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. എത്ര 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എത്ര കിലോ ജൂൾ പെർ മിനിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ 210 നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഈ കിലോ ജൂൾ പെർ മിനിറ്റിലൊന്നും അല്ല പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലത്തിൽ കിലോ വാട്ട് എന്നാണ് കൊടുക്കുക അധികവും. അപ്പോൾ നമുക്ക് ആ കിലോ വാട്ടിലുള്ള യൂണിറ്റ് കൂടി പഠിക്കണം. അപ്പോൾ കിലോ വാട്ട് എത്രയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ മിനിറ്റിനെ വാട്ട് എന്ന് വെച്ചാൽ എന്താ, ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലോട്ടേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 210/60 എന്താ, 3.5 കിട്ടും. അപ്പോൾ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ഇസ് ഈക്വൽ ടു എത്ര കിലോ വാട്ടാ, 3.5 കിലോ വാട്ട് അല്ലെ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ്. ഈ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരുപാട് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്, നമ്മുടെ എക്സാമിലും ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക്